തുടക്കം തന്നെ ഒരു സൈക്കോ കില്ലർ ഒരാളെ വെടിവെച്ച് കൊണ്ടിട്ട് കത്തിക്കുന്നതായിരുന്നു രംഗം. പിന്നീട് ആ കേസ് അന്വേഷിക്കാൻ അരവിന്ദൻ എന്ന പോലീസുകാരനെ നിയമിക്കുന്നു. ഈ സീരിയൽ കില്ലർ 6 പേരെയും കൊന്നിട്ട് കത്തിച്ചു കളഞ്ഞിരുന്നു, ഒരു തെളിവും ബാക്കി വെക്കാതെ. അങ്ങനെ അരവിന്ദൻ ഓരോ സ്പോട്ടിലും ചെന്ന് അന്വേഷണം ആരംഭിക്കുന്നു. അതിനിടക്ക് 7ാമത്തെ ആളെയും കൊല്ലുന്നു. എന്നാൽ അവന്റെ കാലിൽ നിന്നും ഒരു ആംഗിൾ പ്ലേറ്റ് കിട്ടുന്നു. പിന്നീട് അന്വേഷണം ആ വഴിക്ക് പോകുന്നു. അങ്ങനെ റോഡരികിൽ താമസിക്കുന്ന ഒരാൾ ഒരു ദിവസം ഒരു പെണ്ണിനെ രാത്രി ആക്രമിച്ച് കാറിൽ കയറ്റി പോകുന്നത് കണ്ടിരുന്നു. അങ്ങനെ പോലീസുകാർ ആ പെണ്ണിന്റെ വീട് കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെ വെച്ച് അവൾക്ക് ട്വിൻസ് ഉണ്ടെന്ന് അറിഞ്ഞു. അതുപോലെ അവിടെയുള്ള ഒരു ക്ലാസ് ഫോട്ടോയിൽ ഒരു ക്ലാസ്സിൽ മുഴുവൻ 11 ട്വിൻസ് ഉള്ളതായി കാണാൻ കഴിഞ്ഞു. ആ മരിച്ചവരൊക്കെ സെയിം ക്ലാസ്സിൽ പഠിച്ചവരായിരുന്നു. അങ്ങനെ ഇവളെ ചോദ്യം ചെയ്തപ്പോൾ കുറച്ച് ദിവസം മുൻപ് ആ കില്ലർ പറയുന്ന സ്ഥലത്ത് ഇവളോട് പോവാൻ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ തന്റെ ഇരട്ട സഹോദരിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒരാളൊഴിഞ്ഞ സ്ഥലം, അവിടെ വെച്ച് അവൾക്ക് ഒരു വീഡിയോ കോൾ ലഭിക്കുന്നു. ശേഷം മുന്നിലുള്ള ആളെ കൊന്നുകളയാൻ പറയുന്നുണ്ട്. തന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൾ അതുപോലെ അവനെ കൊന്നുകളയുന്നു. എന്നാൽ പിന്നീടാണ് അവൾക്ക് അത് തന്റെ സഹോദരി ആയിരുന്നു എന്ന് മനസ്സിലായത്. ഇതുപോലെയായിരുന്നു മറ്റേയാളുടെ സഹോദരനെയും കൊല്ലിച്ചത്. അതുപോലെ അതൊരു റെക്കോർഡ് കോൾ ആണെന്നും ഇതൊക്കെ ചെയ്യുന്നത് പണ്ട് ഇവരുടെ കൂടെ പഠിച്ച ബെഞ്ചമിൻ ആണെന്നും മനസ്സിലായി. അങ്ങനെ അവരുടെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറോട് ചോദിച്ചപ്പോൾ ബെഞ്ചമിനും ഫ്രാൻസിസും ഇരട്ട സഹോദരങ്ങളാണെന്ന് മനസ്സിലായി. ഇവരായിരുന്നു എല്ലാത്തിനും ക്ലാസ്സിൽ ഫസ്റ്റ്. ഈ ഒരു കാരണം കൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് ഇവരെ ഇഷ്ടമില്ലാതെയായി. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികൾക്ക് ഇവരോട് ചെറിയ പകയുമുണ്ട്. ഒരു ദിവസം ലാബ് എക്സാമിന് വേണ്ടി ഫ്രാൻസിസ് കെമിസ്ട്രി ലാബിലും ബെഞ്ചമിൻ ഫിസിക്സ് ലാബിലേക്കും പോയി. അവിടെ വെച്ച് ഫ്രാൻസിസിന് ഇരുട്ട് പേടിയാണ് അഥവാ നൈറ്റോഫോബിയ ഉള്ളതായി ബാക്കി കുട്ടികൾക്ക് അറിയാൻ കഴിഞ്ഞു. അവർ അവിടത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് ഇവനെ പീഡിപ്പിച്ചു. എന്നാൽ ബെഞ്ചമിൻ വരുമ്പേക്ക് അവൻ മരണപ്പെട്ടു. ഇതായിരുന്നു ബെഞ്ചമിൻ എന്ന കില്ലറിന്റെ പകക്കുള്ള കാരണം. അതുപോലെ പണ്ട് പിറന്നാൾ ദിവസമായിരുന്നു ഫ്രാൻസിസ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പിറന്നാൾ ദിവസമായിരിക്കും അവൻ കൊല്ലുന്നത്. ഇനി വെറും 2 പേർ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവരെ രക്ഷിക്കാനായിരുന്നു പോലീസിന്റെ പ്ലാൻ. അങ്ങനെ ഒരു ദിവസം കില്ലർ തന്റെ ബുദ്ധി ഉപയോഗിച്ച് കോൺസ്റ്റബിളിന്റെ വീട്ടിൽ സുരക്ഷിതർ എന്ന് വിചാരിച്ച പെൺകുട്ടികളെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുവരുന്നുണ്ട്. അവിടെ വെച്ച് അരവിന്ദൻ സഞ്ജനയോട് തന്റെ ഇരട്ട സഹോദരിയെ തട്ടിക്കൊണ്ടുപോയവൻ ലിഫ്റ്റിൽ വരുമെന്നും പോയി ഷൂട്ട് ചെയ്യണമെന്നും പറയുന്നു. അങ്ങനെ അവൾ അതുപോലെ ചെയ്യുന്നു. എന്നാൽ അവൾ കൊന്നത് സ്വന്തം സഹോദരിയായിരുന്നു. അവിടെ വെച്ച് ഈ ഇൻസ്പെക്ടർ ആയിരുന്നു ബെഞ്ചമിൻ എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നു. പക്ഷേ ഇതൊക്കെ അവന്റെ പ്ലാൻ ആയിരുന്നു. കാരണം ഇവൻ കൊല്ലാൻ ബാക്കി വെച്ച അവസാനത്തെ ആൾ ജയിലിൽ ആയിരുന്നു. അവസാനം ബെഞ്ചമിൻ അവിടെ വെച്ച് അവനെയും കൊല്ലുന്നു.